അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽബിർ വിശുദ്ധമായ റമളാൻ പ്രമാണിച്ച് സംഘടിപ്പിച്ച ഇസ്തിഖാമ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങളുമായി സംവദിക്കുന്നത്. ഒരുപാട് പവിത്രതകൾ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധമായ റമളാനിനെ ഒരിക്കൽ കൂടി വരവേൽക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. റമളാൻ വരവേൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരാൾക്ക് അല്ലാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. ഒരുപാട് പുണ്യങ്ങൾ, ഒരുപാട് ശ്രേഷ്ഠതകൾ, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകൾക്ക് പോലും വലിയ പ്രതിഫലം ലഭിക്കുകയും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്ന വളരെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളാണ് നമ്മോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ റമളാനിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ശ്രേഷ്ഠതകൾ അത് ഓരോ മുഅ്മിനിനും അള്ളാഹു നൽകുക തന്നെ ചെയ്യും. ലൈലത്തുൽ ഖദ്റിൽ അള്ളാഹു നൽകാമെന്നേറ്റിട്ടുള്ള ഒരുപാട് പവിത്രതകൾ, എന്നാൽ ഈ പവിത്രതകളും ഈ ശ്രേഷ്ഠതകളും ലഭ്യമല്ലാത്ത വിഭാഗത്തെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. 4 വിഭാഗം ആളുകൾക്ക് ലൈലത്തുൽ ഖദറിലെ പുണ്യം ലഭ്യമാകുകയില്ല. അള്ളാഹുവിൻ്റെ നോട്ടം അവരിലേക്ക് എത്തിച്ചേരുകയില്ല. ആ വിഭാഗം ആരാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് മുദ്മിനുൽ ഖംറാണ്, ലഹരി ഉപയോഗിക്കുന്ന ആൾ, മദ്യപാനിയായിട്ടുള്ള മനുഷ്യർ. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ വിപത്താണ് ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വിശുദ്ധമായ റമളാനിൻ്റെയോ ലൈലത്തുൽ ഖദറിൻ്റെയോ ശ്രേഷ്ഠതകൾ ലഭ്യമാകുകയില്ല എന്നാണ് ഈ ഹദീസിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വിഭാഗം ആക്കുല്ലിൽ വാലിദൈനിയാണ്. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവർ, ബുദ്ധിമുട്ടിക്കുന്നവർ, മാതാപിതാക്കളുടെ അവരുടെ അനിഷ്ടം ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകൾ, അവരുടെ കോപം ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കും ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠത ലഭ്യമാകുകയില്ല. മൂന്നാമത്തെ വിഭാഗം ഖാത്തിഉർ റഹ്മാണ്, കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ. നാലാമത്തെ വിഭാഗം മുഷാഹിൻ. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, മുഷാഹിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രവാചകർ അതിന് മറുപടി പറഞ്ഞത്, 3 ദിവസത്തേക്കാളും കൂടുതൽ തൻ്റെ സഹോദരനോട് പിണങ്ങി നിൽക്കുന്നവർ എന്നാണ്. മാനുഷിക ബന്ധങ്ങൾക്ക് വിശുദ്ധമായ ദീൻ ഒരുപാട് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യയശാസ്ത്രത്തിലും കാണാത്ത വലിയ പ്രാധാന്യവും വലിയ ഗൗരവവും മനുഷ്യബന്ധങ്ങൾക്ക് വിശുദ്ധമായ ദീൻ കൽപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് കുടുംബബന്ധം, അയൽവാസികളുമായി ബന്ധം, അതുപോലെ തന്നെ സാധാരണ മനുഷ്യർക്കിടയിലുള്ള ബന്ധം. അത്തരം ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തുന്നത് പോലും മനുഷ്യൻ്റെ വലിയ ദുരന്തങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണമാകുമെന്നാണ് വിശുദ്ധമായ ദീന് പഠിപ്പിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർക്ക് റമളാനിൻ്റെ പുണ്യം ഏറ്റുവാങ്ങാൻ കഴിയില്ല. അതുപോലെ തന്നെ തൻ്റെ സഹോദരനോട് അനാവശ്യമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് ഈ വിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠതകൾ ഏറ്റുവാങ്ങാൻ കഴിയില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ലാ യദ്ഖുലുൽ ജന്നത അൽ ഖാതിയ, കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. മൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബബന്ധം ചേർത്തണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ബന്ധങ്ങളെ ഈമാനുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ പ്രാധാന്യം ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി നൽകുന്നത്. അതുപോലെ തന്നെയാണ് അനാവശ്യമായി യാതൊരു തരത്തിലുമുള്ള കാരണങ്ങളുമില്ലാതെ അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടി ഭൗതികമായ വിഷയങ്ങളുടെ പേരിൽ, നൈമിഷികമായ താല്പര്യങ്ങളുടെ പേരിൽ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്നത്, മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നത് അത് വളരെ ഗൗരവതരമാണ്.
വിശുദ്ധമായ റമളാനിലെ നോമ്പിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായി ഖുർആൻ പോലും പരിചയപ്പെടുത്തിയിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ തഖ്വയുള്ളവരായി തീരുക എന്നുള്ളതാണ്. ഈ തഖ്വയുള്ള മനുഷ്യരുടെ അടയാളങ്ങളായിട്ട് വിശുദ്ധമായ ഖുർആൻ എണ്ണിയിട്ടുള്ള കാര്യങ്ങൾ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ വൽകാദിമീനൽ ഗൈള വൽആഫീന അനിന്നാസ് എന്നാണ്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്ന ആളുകൾ, അതുപോലെ തന്നെ ദേഷ്യം വരുമ്പോൾ, കോപം വരുമ്പോൾ അതിനെ പിടിച്ചു വെക്കാൻ, പ്രതിരോധിക്കാൻ കഴിയുന്ന ആളുകൾ, അതുപോലെ തന്നെ നല്ല കാലത്തും അതുപോലെ തന്നെ മോശം കാലത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആളുകൾ. അത്തരം ആളുകളാണ് മുത്തഖീങ്ങളെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. അപ്പം നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ, നൈമിഷികമായ താല്പര്യങ്ങളുടെ പേരിൽ ആളുകൾക്കിടയിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണുകയും അതോടൊപ്പം തന്നെ അത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അതൊക്കെ പറഞ്ഞ് തീർത്ത് വിട്ടുവീഴ്ച ചെയ്ത് ഈ വിശുദ്ധമായ റമളാനിൻ്റെ അതിൻ്റെ ചൈതന്യം ഏറ്റുവാങ്ങാൻ പാകത്തിൽ നമ്മൾ ഓരോ ആളുകളും തയ്യാറെടുക്കേണ്ടതാണ് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാൻ അതർഹിക്കുന്ന രീതിയിൽ വരവേൽക്കുവാനും പുണ്യങ്ങളെ കൊണ്ട്, നന്മകളെ കൊണ്ട് ധന്യമാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.